വിഭക്തിയിലേക്ക് കടന്നാൽ ഏകവചനമാണ് രാമസ്യ, രാമയോഹ, രാമാണാം. രാമസ്യ എന്ന് പറഞ്ഞാൽ ഷഷ്ടി വിഭക്തിയുടെ അർത്ഥം രാമൻ്റെ ഒപ്പം ചേർക്കുക. അതായത് ഇൻ്റെ ഉടെ ഷഷ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം രാമസ്യ എന്ന് പറഞ്ഞാൽ രാമൻ്റെ, രാമയോഹ എന്ന് പറഞ്ഞാൽ രണ്ട് രാമന്മാരുടെ, രാമാണാം എന്ന് പറഞ്ഞാൽ കുറേ രാമന്മാരുടെ ആണ് ഷഷ്ടി വിഭക്തി. അടുത്തത് സപ്തമി. അതിങ്കൽ, അതിൽ വെച്ചെന്നും, വിഷയം, സപ്തമി മത. 2-3 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിങ്കൽ, അതിൽ വച്ച്, അത് വിഷയമായി. അപ്പം ഏകവചനം രാമേ, രാമനിൽ. അപ്പം രാമൻ വിഷയമായി, അങ്ങനെയൊക്കെ അർത്ഥം വരും. രാമേ, രാമയോഹോ, രണ്ട് രാമന്മാരിൽ, രാമേഷു കുറേ രാമന്മാരിൽ. അത് ഈ സപ്തമിക്ക് വേറൊരു ഇതുകൂടിയുണ്ട്, വിഷയ സപ്തമി എന്ന് പറയും. അപ്പോൾ വിഷയ സപ്തമി എന്ന് പറഞ്ഞാൽ പിന്നെ വനത്തിൽ പോകും, വിഷയത്തിങ്കൽ, അങ്ങനെയുള്ള ഒരു പ്രയോഗം വരുമ്പോഴും സാധാരണ സപ്തമി വിഭക്തിയാണ് പ്രയോഗിക്കുക. അത് വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും മനസ്സിലാവും.